നമുക്ക് മൊത്തത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ ദുഷ്ടന്മാരായിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ അക്രമങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്നത് എന്താ? പാർലമെൻറ്റ് ഇവിടെ കൂടിയിട്ടുള്ളത് പാർലമെൻറ്റിൻ്റെ കാര്യങ്ങൾ നടത്താനാണ്. ജനായത്ത സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കാനുള്ള ഏറ്റവും ഉയർന്ന ഒരു സംവിധാനമാണിത്. ഉയർന്ന ഒരു സംഘാതം, ഒരു സംഘടന. അതിലാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരെ പറഞ്ഞയക്കുന്നത്. എന്തിനാണ് അവിടെ പറഞ്ഞയക്കുന്നത്? ഞങ്ങളെ നിങ്ങൾ വേണ്ടതുപോലെ ഭരിക്കൂ, നമ്മുടെ ഭൂമിയെ ഭരിക്കൂ, കാലാവസ്ഥ മനസ്സിലാക്കൂ, ഈതിബാധകളെക്കുറിച്ച് അറിയൂ, എന്തെല്ലാം മുൻകരുതൽ വേണമോ, പരിഹാര മാർഗങ്ങൾ വേണമോ എല്ലാം ആസൂത്രണം ചെയ്ത് നിങ്ങൾ നടത്തൂ. ഒരാളുടെ ബുദ്ധി ആവരുത്, എല്ലാവരുടെയും ബുദ്ധി വേണം. ഇതാ തിരഞ്ഞെടുക്കണു എന്ന് പറഞ്ഞ് 500 ചില്ലാനം ആൾക്കാർ സമ്മേളിക്കുന്നതാണ് നമ്മുടെ ലോകസഭ. അതിൻ്റെ ഉള്ളിൽ കിടക്കണത് രാജ്യകാര്യങ്ങൾ പരിഗണിക്കാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിഗണിക്കാനാണ്. ആ പരിഗണിക്കാതെ ഒരു സെക്കൻഡ് പോലും ആ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ മെമ്പർമാർക്ക് ഇരിക്കാനുള്ള അധികാരവുമില്ല, അവകാശവുമില്ല. എത്ര വിഷമിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. 50 ഭരണഘടന ഉണ്ടാക്കി തീർത്തത്. അതിനുശേഷം നമുക്ക് പാർലമെൻറ്റ് ഇപ്പോൾ എത്ര നടന്നു? 14 15 ലോകസഭയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എപ്പോഴും ഒരു സെക്കൻഡ് പോലും കളയാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാതു കൂർപ്പിച്ച് അവിടെ ആ പാർലമെൻ്ററി മെമ്പർമാർക്ക് എന്താ അധികാരം? 2 അധികാരമേ ഉള്ളൂ അവർക്ക് സ്വാതന്ത്ര്യം. എന്താണത്? സംസാരിക്കാനും അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്യാനും. സംസാരിക്കാൻ അവർ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കരുത്, അവർ പറയണത് കേൾക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയോടുകൂടി നടക്കുന്ന പാർലമെൻറ്റിൽ ഒരു കാര്യത്തിന് മാത്രം അവർക്ക് അവകാശമില്ല. എന്താണത്? പാർലമെൻറ്റിനെ സ്തംഭിപ്പിക്കുന്ന ഒരവകാശം അവർക്കില്ല. കാര്യം ഇമ്മ്യൂണിറ്റി മുതലായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പാർലമെൻറ്റ് നടത്താതെ ഇരിക്കാൻ ഒരവകാശം പറഞ്ഞുകൂടാ. ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സഭയാണിത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് അവരുണ്ടാക്കുന്നത്. ആ നിയമനിർമ്മാണം ഉണ്ടാക്കാനുള്ള സഭയിൽ നിയമലംഘനം നടത്താൻ ഒരവകാശമോ അധികാരമോ എവിടെ നിന്നുണ്ടാവും? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വേണ്ട. ഓരോ പാർലമെൻറ്റ് മെമ്പറിനും സ്വയം അറിയേണ്ട കാര്യങ്ങളാണ്. സ്പീക്കർ പറഞ്ഞു കൊടുക്കേണ്ടതുമാണ്, നിയന്ത്രിക്കേണ്ടതുമാണ്. എന്നാൽ ഈ പാർലമെൻറ്റിലും കേരള അസംബ്ലിയിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താ? അടുത്ത കാലത്ത് കേരള അസംബ്ലിയിൽ എന്ത് നടന്നു? സ്പീക്കറുടെ കസേര വരെ പിടിച്ചു വലിച്ചു. രാത്രി എല്ലാവരും കൂടി അവിടെ താമസിച്ചു, ബില്ല് അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇതിനുള്ള അവകാശം എവിടുന്ന് കിട്ടി ഈ പാർലമെൻറ്റിനോ അസംബ്ലിക്കോ? അതിനു വേണ്ടിയിട്ടല്ലല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത് മനുഷ്യബുദ്ധിയോടുകൂടി ആസൂത്രണം ചെയ്ത് നിയമങ്ങളുണ്ടാക്കി നടക്കുന്ന പാർലമെൻറ്റിൽ വരെ അവ്യവസ്ഥ ഉണ്ടാവണം. ഈ ഭൂമിയെപ്പോലെ എത്രയോ ഗോളങ്ങൾ അടങ്ങി അങ്ങനെ വിശാലം ബ്രഹ്മാണ്ഡമായ ഒരു സംഗതി നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ചില ഗതികളുടെ കൂട്ടത്തിൽ ചില വിഗതികളും ചില ദുർഗതികളും ഒക്കെ വരാം. അതൊക്കെ ഈ സംവിധാനത്തിൽപ്പെട്ടതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഞാനൊരു ലോകത്തിൽ ജീവിക്കാൻ പോണു, അവിടെ ഒരു വിധത്തിലും വിഷമുണ്ടാവില്ല. കാലാകാലത്ത് മഴ പെയ്യും, മേഘങ്ങളൊക്കെ വരും, വെറുതെ ആവില്ല സീസൺ, എല്ലാം ഒരുപോലെ ഉണ്ടാവും. അവിടുത്തെ ക്രോപ്സ്, വിളകളെല്ലാം. അങ്ങനെ ഒരു ലോകം ഒരിക്കലും ഉണ്ടാവില്ല. വ്യവസ്ഥകളാണ് പൊതുവെ. അവ്യവസ്ഥകൾ അല്ലറ ചില്ലറയായിട്ടുമെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച് പറയുകയാണ്. അതിവൃഷ്ടി അനാവൃഷ്ടി, അധിക മഴ. അതാണ് ഈ പേമാരി എന്ന് നമ്മൾ പറയുന്നത്. അനാവൃഷ്ടി വരൾച്ച. ശലഭാ മൂഷികാഹ ഖഗാഹ, ശലഭങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഈ ചാഴി എന്നൊക്കെ പറയുമല്ലോ നെല്ലില്, അതൊക്കെ ഈ ശലഭങ്ങളിൽ പെട്ടതാണ്. മൂഷികാഹ എലി, പെരിച്ചാഴി, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ. ഖഗാഹ പക്ഷികൾ വന്ന് പലതും കൊത്തിക്കൊണ്ടുപോവുക, നശിപ്പിക്കുക. പാറാടാ എന്നൊക്കെ പറയും ഇവിടെ കോൾപ്പാടത്ത്. അവരങ്ങോട്ട് 1000കണക്കിന് അങ്ങോട്ട് വന്ന് വിതച്ച വിത്ത് മുഴുവൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് പറക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും അത്രേ. അത് വന്നാൽ ആ കൃഷി മുഴുവൻ പോയി. അതിനാണ് വെള്ളത്തിൽ നിർത്തുന്നത്. വെള്ളത്തിൽ അത് മുളച്ച് അല്പം വേര് പൊന്തി ഒരു സ്വല്പം വെളുപ്പൊക്കെ വന്നതിന് ശേഷമേ വെള്ളം വിടുള്ളൂ. അങ്ങനെ പലതരത്തിലുള്ള ആപത്തുകൾ നമുക്ക് വരാം. പ്രത്യാസന്നാശ്ച രാജാനഹ. ഇനി പഴയ കാലത്ത് രാജഭരണം. ആ രാജഭരണക്കാലത്ത് രാജഭൃത്യന്മാർ വന്ന് അവർക്ക് എന്ത് വേണമെങ്കിൽ കണ്ടുകെട്ടാനുള്ള സ്വാതന്ത്ര്യം വന്നുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിയമപ്രകാരം നമ്മുടെ പോലീസിനുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്, റവന്യൂ ഡിവിഷണൽ ഓഫീസറിനുണ്ട്.
അവർക്കെല്ലാം എക്സിക്യൂട്ടീവ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ള ഒരു സ്ഥാനത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിനോ നമ്മുടെ ഭൂമിയുടെ ഭദ്രതയ്ക്കോ വേണ്ടി എന്തെല്ലാം നടപടി അത്യാസന്നമായി എടുക്കേണ്ടതുണ്ടോ അതൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഭരണ സംവിധാനം നടക്കുന്നത്. ഷഡേതേ ഈതയ സ്മൃതാഹ, ഈ 6 കൂട്ടം സംഗതികൾ ഒക്കെ കൃഷി ദുരന്തങ്ങളാണെന്ന് പറയാം. ഈതിബാധകളാണിത് മുഴുവനും. ഈ ഈതിബാധയില്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ഈതയോ വ്യാധയസ്തന്ദ്ര ദോഷാ ക്രോധാദയസ്തഥാ ഉപദ്രവാശ്ച വർത്തന്തേ ആധയ ക്ഷുദ്ഭയം തഥാ. ഞാൻ എവിടുന്നാ ഈ പറയണേന്നറിയോ? മഹാഭാരതത്തിൽ നിന്ന്. ഭഗവത്ഗീതയോ അതും മഹാഭാരതം തന്നെ. മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചം മുഴുവനുമാണത്. പ്രപഞ്ചം മുഴുവനും. എൻ്റെ വിവരണം എന്താ ഭഗവത്ഗീതയെ പറ്റി? ധർമ്മകൽപ്പദ്രുമം എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ധർമ്മത്തെ സംബന്ധിച്ച ഒരു കൽപ്പദ്രുമം. മനുഷ്യൻ എന്തെല്ലാം അറിയേണ്ടതുണ്ടോ, എന്തെല്ലാം നിയന്ത്രണങ്ങളുണ്ടോ, വ്യവസ്ഥകളുണ്ടോ, മൂല്യങ്ങളുണ്ടോ, അടക്കങ്ങളുണ്ടോ, ഒരു വ്യക്തിയുടെ ജീവിതം എത്ര കണ്ട് സമാജത്തിന് വേണ്ടി നിയന്ത്രിക്കണം, സമാജത്തിന് എത്ര കണ്ട് വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റും, പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം, വീട്ടിലെങ്ങനെ പെരുമാറണം, അച്ഛനമ്മമാർ, കുട്ടികൾ, സഹോദരന്മാർ, ഭാര്യ, ഭർത്താവ്, അയൽപക്കക്കാർ എന്ന് തുടങ്ങി എന്തെല്ലാം മേഖലകളോ മണ്ഡലങ്ങളോ ഉണ്ടോ അതിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സംഹിതയാണ് ഈ മഹാഭാരതം എന്ന് പറഞ്ഞാൽ. ഒരാൾ ശകാരിക്കുമ്പോൾ ആ ശകാരത്തിൻ്റെ പിന്നിൽ അതിനുള്ള യുക്തിയോട് കൂടിയിട്ടാണ് ശകാരിക്കുക. പ്രത്യുത്തരം പറയുമ്പോൾ അതിനും യുക്തിയോട് കൂടിയിട്ടാണ് മറുപടി പറയുക. ആ യുക്തി ഇല്ലാത്തതിൻ്റെ പേരിലാണ് പാഞ്ചാലിയുടെ വസ്ത്രം അപഹരിച്ച സമയത്ത് അരുത് എന്ന് പറയാൻ ആ സദസ്സിന് മുഴുവനും പറ്റിയില്ല. അങ്ങനെയാണ് സംഭവങ്ങൾ നടന്നത്. ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോഴാണ് ദ്രൗപദി ഭർത്താക്കന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിയിൽ ഒരു പുതിയ വള്ളി കണ്ടുപിടിച്ച് ആ സദസ്സിന് മുഴുവൻ കുഴക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം എല്ലാവരും അംഗീകരിച്ചു, മറുപടി പറയാൻ ആർക്കുമില്ലെന്നായി. അങ്ങനെ അനിശ്ചിതമായ ഒരു നിലയിൽ എത്തിച്ചേർത്തു. ആര്? ഈ ദ്രൗപദി എന്ന് പറയുന്ന ആ വനിതാരത്നം. അവരെപ്പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര വിശേഷപ്പെട്ട ഒരു സ്ത്രീയാണ്. കൃതയുഗത്തിലെ എല്ലാവരും ഒരുപോലെ പ്രവൃത്തിയെടുത്തുകൊണ്ടിരുന്നു. ഒരു ശാസനയും ഒരു നിയമവും ആവശ്യമില്ല. ത്രേതായുഗത്തിൽ രാജശാസന വേണ്ടി വന്നു. ആ രാജശാസനയും പൊളിഞ്ഞു. എപ്പോൾ? ദ്വാപരത്തിൽ. അപ്പം ദ്വാപരത്തിൽ തർക്കചാതുര്യൈഹി എന്നാണ് പറയുന്നത്. തർക്കം മുതലായിട്ടുള്ളതെല്ലാം ആവശ്യം വന്നു അവിടെ. ആ തർക്കത്തിൻ്റെ പേരിലാണ് ദ്രൗപദി 5 ഭർത്താക്കന്മാരെയും മോചിപ്പിച്ചത്. അവർക്ക് ആ തർക്കത്തിനുള്ള ആ പോയിൻ്റ് എടുത്തിട്ട് തർക്കിക്കാൻ പറ്റില്ല, സാധിച്ചിരുന്നില്ലെങ്കിൽ അവരൊന്നും മോചനമില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. അപ്പം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് എവിടം വരെ ചെല്ലാം, എന്തെല്ലാം സാധിക്കാം, സർവ്വ ആൾക്കാരെയും പിടിച്ചു നിർത്താനുള്ള യുക്തിയും നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. പാർലമെൻറ്റിലുള്ളവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് പാർലമെൻ്ററി ബിസിനസ് നടത്താനാണ്. അവിടെ വെറുതെ ഇരിക്കാനല്ല. അവിടെ ചെല്ലുന്നത് ഓരോ മിനിറ്റും പ്രവൃത്തിയെടുക്കാനാണ്. എന്താ? രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. ആ പാർലമെൻറ്റിനെ തന്നെ സ്തംഭിപ്പിക്കുക, അസംബ്ലിയെ തന്നെ സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് വ്യവസ്ഥ? അതിന് ആർക്കാണ് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റുക? എന്നാൽ നിയമമല്ലാതെയായിത്തീരും. നിയമം എന്ന് പറഞ്ഞാൽ സർവ്വ ആൾക്കാരും നിർബന്ധപൂർവം അനുസരിക്കേണ്ടതായ പെരുമാറ്റ സംഹിതയ്ക്കാണ് നിയമം എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ മുൻപിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മുടെ ഭരണഘടന നിയമവിധേയമായാലേ അതിൻ്റെ ക്ലോസസ് നിലനിൽക്കുള്ളൂ. നമ്മുടെ അസംബ്ലിയും പാർലമെൻറ്റും പാസ്സാക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളെല്ലാം നിയമവിധേയം ആയാലേ നിലനിൽക്കുള്ളൂ. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കിയ ആ നിയമം ശരിയായോ ഇല്ലയോ എന്നുള്ള ചർച്ച ജുഡീഷ്യറിയാണ് നടത്തുക, നിയമസഭയല്ല നടത്തുക. അത് നിയമം പാസ്സാക്കിയിട്ടുള്ള നിയമസഭ അത് നിയമയുക്തമോ അതോ നിയമവിരുദ്ധമോ എന്ന് പരിഗണിച്ച് പറയാനാണ് കോടതിയിലെടുക്ക് നമ്മൾ പോകുന്നത്. അത് ഈ 3 സംവിധാനം, ഒന്ന് നിയമസഭ, നിയമനിർമ്മാണ സഭ, പിന്നെ ഭരിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്, മൂന്നാമതോ നീതിന്യായ പീഠം. ഇത് 3നും തുല്യ പ്രാധാന്യമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നടക്കുന്നതെല്ലാം ഒരു വ്യവസ്ഥയുടെ പേരിലാണ്. ആ വ്യവസ്ഥയുടെ ഒരു ലംഘനമോ എന്താ ഒരു പ്രതിസന്ധിയായിരുന്നു ഈ ദ്രൗപദി എടുത്തിട്ടത്. അതിന് മറുപടി പറയാൻ പറ്റാതെ ദുർലക്ഷണങ്ങളെല്ലാം കണ്ടപ്പോൾ പേടിച്ച് ഭയന്ന് ധൃതരാഷ്ട്രൻ ദ്രൗപദിയെ വിളിച്ച്
നിനക്കൊരു ദോഷവുമില്ല, നിൻ്റെ ഭർത്താക്കന്മാരെ മോചിപ്പിക്കണു, ഒരു തകരാറുമില്ല എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രൻ മൂലമാണ് ആ പ്രതിസന്ധി തീർന്നത്. എന്താ മഹാരാജാവ് എന്നുള്ള നിലയ്ക്ക് എന്ത് കാര്യവും അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്. ഇത് മക്കൾ വരുത്തി തീർത്തതാ, ഞാൻ മോചിപ്പിക്കണു എന്ന് പറഞ്ഞ് മോചിപ്പിക്കുകയാണ് ചെയ്തത്. വരം ചോദിച്ചോളൂ തരാമെന്ന് പറഞ്ഞു, 2 വരം ചോദിച്ചു, 3ാമത് വേണ്ട എന്നും പറഞ്ഞു. അത്രയ്ക്ക് വലിയൊരു മഹതിയാണ് ഈ ദ്രൗപദി. അപ്പം വ്യവസ്ഥകളാണ് ഇവിടെ എല്ലാ സമയത്തും. എന്നാൽ ചില സമയത്തോ ഈ വ്യവസ്ഥകളുടെ കൂടെ ചില അവ്യവസ്ഥകളും ചില വ്യതിയാനങ്ങളും സംഭവിക്കും. ആ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അതിവൃഷ്ടിരനാവിഷ്ടി ശലഭാഹ മൂഷികാഹ ഖഗാഹ പ്രത്യാസന്നാശ്ച രാജാനഃ ഷഡേതാ ഈതയസ്മൃതാഹ ഈതയോ വ്യാധയസ്തന്ദ്ര ദോഷാ ക്രോധാദയസ്തഥാ ഉപദ്രവാശ്ച വർത്തന്തേ ആദയഃ ക്ഷുദ്ഭയം തഥാ. മഹാഭാരതത്തിൽ വനപർവ്വത്തിലാണിത് പറയുന്നത് ഈ ശ്ലോകം. ഈതികൾ, വ്യാധികൾ, നമുക്ക് വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റാതെ ചിലപ്പോൾ കാണാറില്ലേ, മന്ത്രിസഭയിൽ മന്ത്രിമാരടക്കം ചില സമയത്ത് ചില മീറ്റിങ്ങിൽ മന്ത്രി ഉറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന ഒരു മന്ത്രിയുടെ 8 പടം പിടിച്ചിട്ടിരിക്കുന്നു ഒരു പത്രത്തിൽ, എല്ലാം ഉറക്കത്തിൻ്റെ പട. അങ്ങനെയുള്ള സമയത്ത് മനുഷ്യർക്ക് പിടിപെടാം. ദോഷാഹ ക്രോധാദയസ്തഥ, പല വിധത്തിലുള്ള സ്വഭാവദോഷങ്ങളോ മറ്റു ദോഷങ്ങളോ ഉണ്ടാവാം, ക്രോധമുണ്ടാവാം. ഉപദ്രവാശ്ച വർത്തന്തേ, ഇതല്ലാതെ ഇനി എന്തെല്ലാം ഉപദ്രവമുണ്ടോ ആ ഉപദ്രവങ്ങൾ മുഴുവനും ആധയഃ ക്ഷുദ്ഭയം തഥാ. ആധി ആധി എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള സംഘർഷം. സാധാരണ നമ്മുടെ മനസ്സിന് ഒരളവ് വരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വികാരങ്ങളും എല്ലാം സഹിക്കാൻ സാധിക്കും. ഇപ്പം മുതിർന്നവരോട് നമ്മൾ ലഹള കൂട്ടില്ല. അച്ഛനായാൽ പോലും ഒന്ന് അടിച്ചു ദേഷ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി മിണ്ടില്ല. അതേ കുട്ടിയെ വേറൊരാളടിച്ചാൽ ഒരു പക്ഷേ അവൻ തിരിച്ചടിക്കും. അപ്പം നമ്മുടെ മനസ്സിന് ഒരളവ് വരെ ആത്മനിയന്ത്രണം സാധ്യമാണ്. നമ്മുടെ മനസ്സിന്, മസ്തിഷ്കത്തിന്, ബുദ്ധിക്ക്. ചില സമയത്ത് നമുക്ക് തടുക്കാനും നിർത്താനും പറ്റാത്തത്ര വികാര വിക്ഷുബ്ധത നമുക്ക് വന്നു എന്ന് വരാം. ചില സമയത്ത് കയ്യും കാലും ഇട്ടടിക്കും, പാത്രങ്ങൾ പെറുക്കിയെടുത്ത് വലിച്ചെറിയും, വെട്ടുകുത്തി കൊണ്ട് ചില മേശയുടെ കാലൊക്കെ വെട്ടിമുറിക്കും. ഇതൊക്കെ ഒരു വീട്ടിൽ നടക്കാവുന്ന കാര്യങ്ങളാണോ? മനസ്സിന് ക്ഷോഭം വരുമ്പോൾ നിർത്താൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ ആധി എന്ന് പറഞ്ഞാൽ മനോരോഗങ്ങളാണ്. ആ മനോരോഗത്തിൽ പലതും പെടും. ഭ്രാന്തൊന്നാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് പറയണത്? സ്കിറ്റ്സോഫ്രീനിയ അങ്ങനെയൊന്നുണ്ട്, നാർസിസിസം അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. പലതരത്തിലെ മനസ്സിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, ഇതൊക്കെ ആധിയിൽപ്പെട്ടതാണ്. ക്ഷുത് ഭയം തഥാ. വേറെ ഒക്കെ പോട്ടെ, വിശപ്പ് വാസ്തവത്തിൽ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല വിശപ്പ്. എന്നാൽ വിശക്കണത് ഒരു നിലയ്ക്ക് നല്ലതാണ്. വിശന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് രുചി എന്നൊരു അനുഭവം നമുക്കുണ്ടാകുന്നത്. പിന്നെ ഭയം. നമുക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? മഴക്കാലം പറഞ്ഞാൽ ഇടിവെട്ടായി മിന്നലായി. മിന്നലിൽ എന്തെങ്കിലും അപകടം വന്ന് കാണാം. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞ മാതിരി ഞങ്ങളുടെ ആശ്രമത്തിലെ ഒരു തെങ്ങ് ഇടിമിന്നലിൽ കംപ്ലീറ്റ് ആയിട്ടാണ് പോയി. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഈ ചോദിച്ചുവല്ലോ, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം, ബ്രഹ്മം. അപ്പോൾ ഈ അധിയജ്ഞം, അധിഭൂതം, അധിദൈവം എന്ന് പറയുന്നതിൽ ആ ദൈവികമായിരിക്കുന്ന ഘടകങ്ങളിൽപ്പെട്ടതാണ് ഇത് മുഴുവനും. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാകുന്നത്, മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഈ പഞ്ചഭൂതങ്ങളും മൃഗങ്ങളും അല്ലാതെ ആ വ്യവസ്ഥയിൽ നിന്ന് വിട്ട് വേറെ തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ലോകത്തിലുണ്ടാകുന്നതാണ്. അതിനെയാണ് ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നത്. ഇത് എന്തിനു പറയണു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനു പറയണു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാൻ പത്രത്തിൽ വായിച്ചു, നമ്മുടെ രാജ്യത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം ജനങ്ങൾ റോഡിൽ ഒരു കൊല്ലം മരിക്കുകയാണ്. ഇനി അംഗവൈകല്യങ്ങളും ബാക്കിയുള്ള തകരാറുകളും വന്നു പോകുന്നവർ 3-4 ലക്ഷം ഉണ്ടാവും. അപ്പോൾ പ്രതിദിനം എത്രയായി നിങ്ങളൊന്ന് കണക്കാക്കൂ. ഓരോ മിനിറ്റോ ഓരോ 4 മിനിറ്റോ ഇവിടെ മരണം നടക്കുന്നുണ്ട് റോഡിൽ. ഇത് നമ്മളുണ്ടാക്കിയ റോഡ്, നമ്മളുണ്ടാക്കിയ വാഹനങ്ങൾ, നമ്മളുണ്ടാക്കിയ വാഹനം, ആ ഗതാഗത വ്യവസ്ഥ, ഇതിൻ്റെ കീഴിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞ അമാനുഷമായ ഒരു ശക്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കാം? കാര്യമായിട്ടൊന്നും സംഭവിക്കാറില്ല, വളരെ ചുരുക്കമേ ഉള്ളൂ. നമ്മളുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്നത്ര അപകടം ഈശ്വരൻ ഉണ്ടാക്കിയ ലോകത്തിൽ നടക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അതില്ലാതെ നമുക്ക് ജീവിക്കുക ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അധിദൈവം എന്നൊരു ഘടകമില്ലാതെ വയ്യ.
ഇനി കൃഷ്ണൻ വിസ്തരിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? അധിഭൂതം ക്ഷരോഭാവ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാ. അധിഭൂതം ക്ഷരോഭാവ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാ. അധിഭൂതം ക്ഷരോഭാവോ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? അധിഭൂതം ക്ഷരോഭാവ. ക്ഷരം ക്ഷരം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്, പരിവർത്തനശീലമുള്ളത്, നശിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമിജി, പരിവർത്തനം ഞങ്ങൾക്ക് മനസ്സിലായി, നശിക്കുക അതെന്താ? അത് എവിടെ പരിവർത്തനമുണ്ടോ അവിടെ നാശമുണ്ട്. പരിവർത്തനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മാറ്റം. മാറ്റം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇപ്പം എന്തുണ്ടോ ആ ഉള്ള സാധനം അല്ലെങ്കിൽ ഉള്ള സ്ഥിതി പോയി ആ സ്ഥാനത്ത് പുതിയതൊന്ന് വരുമ്പോഴാണ് മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളത് പോകുമ്പോൾ അത് നാശമല്ലേ? പുതിയതൊന്ന് വരുമ്പോൾ ജന്മമല്ലേ? അപ്പം നാശവും ജന്മവും ആവിർഭാവവും ഇത് രണ്ടുമില്ലാതെ ഒരു പരിവർത്തനവുമില്ല. അപ്പോൾ ഈ അധിഭൂതം അധിഭൂതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഭൂതാത്മക രൂപത്തിൽ സദാ ക്ഷരം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പ്രകൃതി. ക്ഷണേ ക്ഷണേയം നവതാമുപൈതി തദേവ രൂപം രമണീയതായാ. ഇത് മാഘൻ്റെയാണ്. ക്ഷണേ ക്ഷണേയം നവതാമുപൈതി. ഓരോ ക്ഷണത്തിലും പുതുമ കൊള്ളുന്നതാണത്ര ഈ പ്രകൃതി. ആ പുതുമ കൊണ്ടാണ് തദേവ രൂപം രമണീയതായാ. രമണീയതയ്ക്ക് ഒരർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ എന്താ? പ്രതിക്ഷണം പുതുതായി തീരുന്നത് എന്തോ അത് മാത്രമേ രമണീയം, ആസ്വാദ്യം, ആകർഷകം, സുന്ദരം ആകൂ. മാഘന്യാണത്. എത്ര രസമായി വർണ്ണിച്ചിരിക്കണു എന്ന് പറയാം. ഈ കവികൾ വലിയ ബുദ്ധിമാന്മാരാ, ക്രാന്തദർശികളാ. അവർക്ക് ഓരോരോ കാര്യം ഗുണമാണെങ്കിൽ ഗുണം, ലക്ഷണമാണെങ്കിൽ ലക്ഷണം, ഭാവമാണെങ്കിൽ ഭാവം, അസ്തിത്വമാണെങ്കിൽ അസ്തിത്വം, ഇതൊക്കെ വിചിന്തനം ചെയ്ത് പറയുന്ന ബുദ്ധിവിശേഷം ചിലർക്കുണ്ടാവും. അപ്പോൾ ഈ പ്രകൃതി എന്തിനാ ക്ഷരമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ക്ഷരമല്ലാത്ത പ്രകൃതിയാണെങ്കിൽ നമുക്കതിന് സ്വീകരിക്കാനോ ജീവിക്കാനോ പറ്റില്ല. സാധാരണ ചിലർ പറയും, കാലത്ത് ഊണ് കഴിച്ചു, ഒരു സുഖമില്ല, ഉണ്ട ചോറ് ദഹിച്ചിട്ടില്ല, എന്തോ ദീപനക്ഷയം. അതെന്താണ്? ഒരിക്കൽ ഊണ് കഴിച്ചു, അത് മതി ജീവിതം മുഴുവനും, പിന്നെ വിശപ്പില്ല, അങ്ങനെ ആയിക്കൂടെ? പറ്റില്ല. ഊണ് കഴിക്കണം, അത് വയറ്റിലെത്തുമ്പോൾ ദഹനപ്രക്രിയ തുടങ്ങണം. ആ ദഹനപ്രക്രിയ 2, 3, 4 മണിക്കൂർ കൊണ്ട് മുഴുവനാവണം. എന്നിട്ട് വയറും നാവും വായും ചോദിക്കണം വേറെ ഭക്ഷണം വേണമെന്ന്. ഈ സ്വഭാവത്തിനാണ് ക്ഷരം ക്ഷരം എന്ന് പറയുന്നത്. അധിഭൂതം ക്ഷരോഭാവ. ക്ഷരത്വമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിക്ക് പരിലസിക്കാൻ തന്നെ പറ്റില്ല. ഇപ്പം ചന്ദ്രൻ ഭൂമിയെപ്പോലെ പരിവർത്തനമുള്ളതല്ല. ഒരളവ് വരെ നമ്മൾ മുഴുവൻ പരിശോധിച്ച് കാണില്ല. ആ ചന്ദ്രൻ്റെ തലം പാറക്കെട്ടും കീറക്കെട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക, അവിടെ ഒരു പരിവർത്തനവും ഇല്ല. ഭൂമിയിലോ സദാ പരിവർത്തനമാണ്. ഇവിടെ ഋതുഭേദങ്ങളുണ്ട്, അയനഭേദങ്ങളുണ്ട്, പലതും ഇവിടെ നടക്കണു. ആ ക്ഷരം എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടല്ലോ, ഇതിനെയാണ് അധിഭൂതം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ നാം കാണുന്ന ക്ഷരത്വം അതാണ് അധിഭൂതം. പുരുഷശ്ചാധിദൈവതം. അധിഭൂതം അധിഭൂതം എന്ന് പറയുമ്പോൾ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ പാഞ്ചഭൗതിക പ്രപഞ്ചമാണ്. ഈ പഞ്ചഭൂതങ്ങളും ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഉണർവില്ല, പ്രതികരണ ശക്തിയില്ല. അത് അതിൻ്റെ പാട്ടിൽ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ കരിങ്കല്ല് കരിങ്കല്ലായിട്ടിരിക്കും. അതിൽ മഴ പെയ്താൽ എന്താ, വെയിൽ കൊണ്ടാൽ എന്താ, അത് അതിൻ്റെ പാട്ടിലിരിക്കും. പ്രതികരണ ശേഷിയോ അല്ല പ്രതികരണ ക്ഷമതയോ അതിനില്ല. നേരെ മറിച്ച് പുരുഷശ്ചാധിദൈവതം, ഈ പഞ്ചഭൂതങ്ങളല്ലാതെ ഒരു സാധനം ഇവിടെയുണ്ട്. അതാണ് ഇവിടെയുള്ള എല്ലാം ഭരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാ വിധത്തിലുള്ള ചലനങ്ങളും ഗമനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അതാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ എടുക്കുക ഉദാഹരണത്തിന് വേണ്ടി. നമ്മുടെ ശരീരം നിലനിൽക്കാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ആദ്യമായിട്ട് നമുക്ക് ഹാർട്ട് അടിക്കണം. അത് തനിയെ അടിച്ചുകൊണ്ടിരിക്കുക, നമ്മളാരും പറഞ്ഞിട്ടല്ല. അതുമാതിരി ലങ്സ് അമർന്ന് ചുങ്ങി വികസിക്കണം.
ഇത് രണ്ടും ഇങ്ങനെ ചെയ്യിപ്പിക്കാനായി നമ്മുടെ തലച്ചോറിൽ നിന്ന്, ബ്രെയിനിൽ നിന്ന് ഓരോ തവണ അടിക്കുമ്പോഴും ചുങ്ങുമ്പോഴും വികസിക്കുമ്പോഴും വിശ്രമം കൊള്ളുമ്പോഴും ഒക്കെ ഒരു സിഗ്നൽ, നിങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ അയക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇങ്ങനെ സിഗ്നൽ അയക്കാനായി നമ്മുടെ മസ്തിഷ്കം വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ അതിന് രക്തസഞ്ചാരം അവിടെ ആവശ്യമുണ്ട്, ജീവവായു അവിടെ കിട്ടണം. അപ്പം രക്തവും ജീവവായുവും ബുദ്ധിക്ക് നൽകി, തലച്ചോറിന് നൽകി. ആ തലച്ചോറിനെ കൊണ്ട് ഈ രണ്ടിനെയും അടുപ്പിക്കാൻ ഹൃദയവും ശ്വാസകോശവും പ്രവർത്തിപ്പിക്കാനായി ഓരോ തവണയും ഓരോ ഒരു പ്രഷർ അവിടുന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം എന്താ അതിനർത്ഥം? ശ്വാസകോശവും ഹാർട്ടും ഹൃദയവും തലച്ചോറിനെ അപേക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ പ്രവർത്തനത്തിന്. തലച്ചോറാകട്ടെ അതിൻ്റെ പ്രവർത്തനത്തിന് ശ്വാസകോശം നൽകുന്ന ജീവവായുവും ഹാർട്ട് ഹൃദയം നൽകുന്ന രക്തവും അത് രണ്ടും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അന്യോന്യാശ്രയത്വം വന്നു ഇവിടെ. അന്യോന്യാശ്രയം വന്നാൽ അതിനർത്ഥം എന്താ? ഇങ്ങനെ മൂന്നും കൂടി പരസ്പരം സാപേക്ഷികമായി പ്രവർത്തിക്കാൻ നാലാമതൊരു ഘടകം അവിടെ ആവശ്യമാണ്. അതാണ് ഈ പുരുഷൻ എന്ന് പറയുന്നത്. എന്ത് പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും, ഇപ്പം ഭൂമിയിലെ ജീവജാലങ്ങളുണ്ട്. ജീവജാലങ്ങൾ എങ്ങനെയാണ്? ആദ്യമായി സസ്യലതാദികൾ, അത് കഴിഞ്ഞാൽ ജലജന്തുക്കൾ, പിന്നെയോ കരയിലുള്ള ജന്തുക്കൾ. ഇതൊക്കെ ഉണ്ടാവുന്നതിന് എല്ലാറ്റിനും ഒരു ജീവൻ, ഒരു പ്രാണൻ, ഭക്ഷണം ഇത്യാദി കാര്യങ്ങളുണ്ട്. ഇതിനെ മുഴുവൻ വിഭാവനം ചെയ്ത് ഒരു മനുഷ്യ ശരീരമുണ്ടായി. അതിൽ നാവുണ്ട്, വായുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള വ്യവസ്ഥയുണ്ട്, കുടലുണ്ട്, മലദ്വാരമുണ്ട്, മൂത്രദ്വാരമുണ്ട്. ഇതൊക്കെ പ്രവർത്തിച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇത് സംവിധാനം ചെയ്ത് എല്ലാം വേണ്ടതുപോലെ ആക്കി ഇങ്ങനെ തൊടുത്തു വിടുന്ന ഒരു വിശേഷപ്പെട്ട ജ്ഞാനകേന്ദ്രം, വിജ്ഞാന കേന്ദ്രമാണ്. അതാണ് ഇവിടെ പുരുഷശ്ചാധിദൈവതം. അതിനെ പുരുഷ ശബ്ദം ഉപയോഗിച്ച് പറയുക. പ്രകൃതി എന്ന് പറഞ്ഞാൽ ജഡം, പുരുഷൻ എന്ന് പറഞ്ഞാലോ സചേതനമാണ്, ഒരു കോൺഷ്യസ് ഏജന്റ് എന്ന് പറഞ്ഞ മാതിരിയാ. പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. അർജുന ചോദിച്ചുല്ലോ എൻ്റെ അടുത്ത്, അധിയജ്ഞൻ എന്ന് പറയുന്നത് ആരാന്ന്? ഞാൻ തന്നെയാ അധിയജ്ഞൻ. എവിടെയാ ഈ അധിയജ്ഞത്വം? ദേഹേ ദേഹഭൃതാം വര. ഇവിടെ ശ്വസിച്ചുകൊണ്ടും ജീവൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കിക്കൊണ്ടും ഇരിക്കുന്ന ദേഹത്തിലെല്ലാം അധിയജ്ഞനായി അധിവസിക്കുന്നത് ഞാനാണ് എന്ന്. ഇപ്പം മനുഷ്യ ശരീരം ഇല്ലാതെ ഈ ഭൂമി നിലനിൽക്കുകയാണെങ്കിൽ നിലനിൽക്കുമല്ലോ. നമ്മൾ കൊണ്ടൊന്നുമല്ല ബാക്കിയുള്ള ജീവജാലങ്ങൾ നിൽക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനും ശ്വസിക്കാനുമുള്ള വ്യവസ്ഥ ഭൂമണ്ഡലത്തിലുണ്ട്. അപ്പം മനുഷ്യനില്ലെങ്കിൽ ഇവരെല്ലാവരും ജീവിച്ചോളും. ഇവിടെ പറയുന്നത് എന്താ? ആ മനുഷ്യ ശരീരത്തിൽ ദേഹേ ദേഹഭൃതാം വര, ഒരളവ് വരെ മൃഗശരീരങ്ങളിലും തന്നെ ഒരു ഭാവമുണ്ടല്ലോ, ഞാൻ 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 എന്ന് പറഞ്ഞ് ആ സാധനമാണ്, അല്ലെങ്കിൽ ആ അസ്തിത്വമാണ് അധിയജ്ഞം. അത് ഞാൻ തന്നെയാണ്. അപ്പം എന്താ അവിടെ പറയണത്? അധിദൈവം എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശേഷപ്പെട്ട ഒരു ചേതനാത്മകമായ ശക്തിവിശേഷം അല്ലെങ്കിൽ സാന്നിധ്യം. അധിയജ്ഞം എന്ന് പറയുമ്പോഴോ അത് അധ്യാത്മമായി ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഈ അധിയജ്ഞത്വം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാ ഒരു പരാമർശം ഉണ്ടല്ലോ. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന സാന്നിധ്യം എന്തോ അതാണ് ആത്മാ. ആ ആത്മാ വാസ്തവത്തിൽ അധിയജ്ഞനാണ്. അപ്പോൾ ഓരോന്നിനും അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അധിഭൂതം എന്ന് പറയുന്നത് ക്ഷരമായ ഭാവം, പഞ്ചഭൂതങ്ങളിൽ കാണുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾക്ക് അതീതമായി ജ്ഞാനം വിജ്ഞാനമെല്ലാം ആണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്ത് എല്ലാറ്റിനെയും നിലനിർത്തുന്ന വിശേഷപ്പെട്ട ഒരു കൺട്രോളിംഗ് പവർ, എല്ലാറ്റിനെയും അധീനത്തിൽ വെച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു ചേതന സ്വഭാവമുണ്ട്, മാഹാത്മ്യമുണ്ട്. അതാണ് ഈ ദേഹത്തിൽ അധിയജ്ഞൻ എന്നുള്ള ഭാവം ദേഹത്തിലാണെന്ന്. ഇത് 18-ാം അധ്യായത്തിൽ പറയുന്നു. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. ഇതെന്തിനാ ഞാൻ പറയുന്നത്? അധിദൈവം എന്ന് പറയുന്നുണ്ടല്ലോ. ആ അധിദൈവം 18-ാം അധ്യായത്തിൽ പരാമർശിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, എല്ലാ പ്രവൃത്തികളിലും ബാക്കിയുള്ള ഘടകങ്ങളെപ്പോലെ
സന്തത സഹചാരിയായി പ്രവർത്തിക്കുന്നതാണ് ഈ ദൈവം എന്ന് പറയുന്ന ഘടകം. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. എന്ത് പ്രവൃത്തിയെടുക്കുന്ന സമയത്തും ഈ 4 കൂട്ടം ഉണ്ടാവും. അധിഷ്ഠാനം, പ്രവൃത്തിയെടുക്കാനുള്ള ഒരു സ്ഥാനം, സങ്കേതം നമ്മുടെ ശരീരമാണെന്ന് തന്നെ വെച്ചോളൂ. ആ ശരീരം എന്ന് പറയുന്ന സംഘാതത്തിലാണ് നമുക്ക് കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, കയ്യ്, കാല്, ഗുദം ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അധിഷ്ഠാനം വേണം. ഇപ്പോൾ ഒരു ഫാക്ടറി സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യമായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കണം, ഭൂമി. അതിൽ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യണം. ആ മെഷീനറി കൊണ്ട് പല വിധത്തിലുള്ള പ്രവൃത്തികൾ നമുക്ക് ചെയ്യാനുണ്ട്. റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യണം. പല പ്രോസസ്സസ്, പ്രക്രിയകളൊക്കെ നടത്തിയിട്ടാണ് അവസാനം ഒരു വാച്ചാണെങ്കിൽ വാച്ച്, ഒരു പിക്കാസ് ആണെങ്കിൽ ഒരു പിക്കാസ്, ഒരു പാത്രമാണെങ്കിൽ ഒരു പാത്രമൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ അധിഷ്ഠാനം. ഈ സാധനങ്ങളെ പ്രവൃത്തിയെടുപ്പിക്കാനായിട്ടൊരു കർത്താവ് ഒരാൾ വേണം. കരണം ച പൃഥഗ്വിധം. ഈ കർത്താവിന് പണിയെടുക്കണമെങ്കിൽ പലതരത്തിലുള്ള സാമഗ്രികൾ വേണം, ഉപകരണങ്ങൾ വേണം. നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, സ്വിച്ച് വേണം, കൺട്രോൾ ചെയ്യണം. അങ്ങനെ പലതരത്തിലും, അങ്ങനെ പൃഥഗ്വിധം പലതരത്തിലാണ് ഈ പ്രവർത്തനോപകരണങ്ങൾ. വിവിധാശ്ച പൃഥക് ചേഷ്ട. ആ പ്രവർത്തനോപകരണങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ കിടന്നാൽ, ഒരു വീട്ടിൻ്റെ തന്നെ ഉള്ളിൽ പോയാൽ എന്തൊക്കെയാണ് അവിടെ ആലോചിച്ച് നോക്കൂ. കിടപ്പുമുറി ഒന്നുണ്ട്, വന്നാൽ ഇരിക്കാനുള്ള ഒരു ഡ്രോയിങ് റൂമുണ്ട്, അടുക്കളയുണ്ട്, ലെട്രിനുണ്ട്, അടുപ്പുണ്ട്, പല പാത്രങ്ങളും ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇങ്ങനെ പലത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതോ വീട്ടിലാണ്. അപ്പം ഇങ്ങനെ അധിഷ്ഠാനം, കർത്ത, പൃഥഗ്വിധം കരണം, വിവിധാശ്ച പൃഥക് ചേഷ്ട. 4 കൂട്ടായി. ഇനി പറയാണ് ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തെ ഒരു ഘടകമുണ്ട്, അതാണ് ദൈവം. എന്താ ഈ 5ാമത്തെ ഘടകം? പറയാൻ പറ്റില്ല. എപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മുൻകാല പ്രസിഡന്റ് ഇപ്പം അടുത്ത കാലത്ത് ഷില്ലോങ്ങിൽ ഭംഗിയായി സംസാരിക്കാൻ പോയതാ. അങ്ങനെ സംസാരിക്കാൻ എണീറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണു. എളുപ്പത്തിൽ മരണം നടന്നു. ഭാഗ്യവാനായി, കഷ്ടപ്പെടാതെ പോയില്ലോ. അദ്ദേഹം കുറേ കാലം കൂടി ജീവിച്ചിരിക്കേണ്ടതാണ്. പുണ്യാത്മാക്കളൊക്കെ അങ്ങനെ ഇരിക്കേണ്ടവരാ. അപ്പോൾ ദൈവം ചൈവാത്ര പഞ്ചമം. എന്തുകൊണ്ടാ ഈ ഹാർട്ട് നിന്നത്? എന്തുകൊണ്ടാ ഈ ലങ്സ് നിന്നത്? എന്താ അങ്ങനെ വന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേ ഹാർട്ടിന് കുറച്ചു കാലം കൂടി നിൽക്കാൻ വിരോധമൊന്നുമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു ഘടകം അമാനുഷം. നമ്മളെ എത്ര ആലോചിച്ചാലും ചിലപ്പോൾ പിടികിട്ടില്ല. അങ്ങനെ നമ്മൾക്ക് അറിയാൻ പറ്റാതെ അമാനുഷമായി പ്രവർത്തിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഘടകമാണത്. അതില്ലാതെ ഒരു പ്രവൃത്തിയുമില്ല, ഒരു പ്രവർത്തകനും ഇല്ല, ഇഹത്തിലും ഇല്ല, പരത്തിലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അതിദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ആർക്കും മുൻകൂട്ടി നിർവചിക്കാനോ പ്രവചിക്കാനോ പറ്റാത്തത്, ദുരൂഹമായിട്ടുള്ളത്, എന്നാലോ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഘടകമാണ്. ദൈവേ ച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. കൃഷ്ണൻ ദൂത് പറയാൻ പോയപ്പോൾ യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു, എങ്ങനെയെങ്കിലും ഈ കൂട്ടച്ചൊരിച്ചിലുണ്ടല്ലോ, രക്തം ഇങ്ങനെ കൂട്ടമായിട്ടിങ്ങനെ മനുഷ്യർ മരിച്ച്, അത് പാടില്ല. ഈ ചൊരിച്ചിൽ നിർത്താൻ എങ്ങനെയെങ്കിലും നമുക്ക് പരിശ്രമിക്കണം കൃഷ്ണ. ഒരാൾ ദൂതായിട്ട് തന്നെ പോയി പറയണം, സന്ദേശവാഹകനായി. ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനില്ല, കൃഷ്ണൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കൃഷ്ണ പൂവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജ്യേഷ്ഠൻ ആവശ്യപ്പെട്ടാൽ ഞാൻ പോവാന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അപ്പോൾ എന്താണ് അവിടെ പോയി പറയേണ്ടത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പഞ്ചപാണ്ഡവന്മാരും സംസാരിച്ചു, ദ്രൗപദിയും സംസാരിച്ചു. എല്ലാം ഗംഭീരമായിട്ടുള്ള ബ്രീഫിംഗ് നടന്നു അവിടെ. അത് കഴിഞ്ഞ് അദ്ദേഹം പോവാണ്. ഞാൻ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്. ആരുടെ അടുത്താണ് ഈ പോണത്? മൊഷോടൻ, ദുര്യോധൻ്റെ അടുത്താണ് പോണത്. ആ ദുര്യോധൻ എങ്ങനത്തവനാ? സതു ധർമ്മം ച ലോകം ച ത്യക്ത്വാ ചരതി ദുർമതി. ആ ദുര്യോധന് ധർമ്മവുമില്ല, ലോകത്തിൽ മനുഷ്യരെന്ത് പറയും ആ വിചാരവുമില്ല. ഒന്നിലോ നീതി, ന്യായം, ധർമ്മം, സത്യം, മര്യാദ ഇങ്ങനെയുള്ള ഒരു മാനദണ്ഡം നമുക്ക് വേണം നമ്മുടെ പ്രവൃത്തിക്ക്. അല്ലെങ്കിൽ മനുഷ്യരെന്ത് പറയും എന്നുള്ളൊരു ഭയമോ ഒരാദരവോ നമുക്ക് വേണം. ഇത് രണ്ടും കളഞ്ഞ് ത്യക്ത്വാ ചരതി ദുർമതി, ദുർമതിയായിട്ടാണ് ഈ ദുര്യോധനൻ നടക്കുന്നത്.
ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ആ മനുഷ്യൻ്റെ മനസ്സിൽ അപ്പോഴോ കുറച്ച് കഴിഞ്ഞിട്ടോ കിടന്നുറങ്ങുന്നതിന് മുൻപോ ഒരു പരിതാപം തോന്നുന്നുണ്ടോ? അതുമില്ലാന്ന്. നച്ച സന്തപ്യതേ തേന തഥാരൂപേണ കർമ്മണ. താൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ മനുഷ്യന് വല്ല സന്താപമുണ്ടോ? അതുമില്ല. അങ്ങനെ ആളുടെ അടുക്കലിരിക്കാൻ ഞാൻ പോണത്. അപ്പം ഞാൻ പോകാം, നല്ല പോലെ സംസാരിക്കാം, പരമാവധി എൻ്റെ കഴിവ് ഉപയോഗിച്ച് എല്ലാം ചെയ്യാം. പക്ഷേ ഫലമുണ്ടാവുമെന്ന് മാത്രം ജ്യേഷ്ഠ വിചാരിക്കരുത്. എന്താ കാരണം? കാരണം ഇങ്ങനെ ഒരാളുടെ അടുത്താണ് പോണത്. ഇതൊക്കെ ആയാലും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യാതെ ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല. എന്താ? ഏത് സന്ദർഭത്തിലും മനുഷ്യലോകത്തിൽ ദൈവേ ച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം, താൻ പകുതി ദൈവം പകുതി എന്നൊരു വ്യവസ്ഥയുണ്ട്. അതിൽ ദൈവത്തിലെ പകുതി വിട്ടുകൊള്ളുക, പകുതി നമ്മൾ ചെയ്യുക. നമ്മൾ എത്ര നല്ലോണം ചെയ്താലും അതിനപ്പുറം ഒരു ദൈവഘടകമുണ്ട്. അതുകൊണ്ട് ആരെന്ത് ചെയ്താലും ജയിക്കും എന്ന് വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് എന്താ? അഹം തു തത്കരിഷ്യാമി പരം പുരുഷകാരതഃ ദൈവം തു ന മയാ ശക്യം കർമ്മകർത്തും കഥഞ്ജന. ഞാൻ പുരുഷസാധ്യമായിട്ടുള്ളതിൻ്റെ പരമാവധി നേടിവരാം. നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും പറയണത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ, എൻ്റെ സ്വന്തം വകയും ചിലത് സ്വധർമ്മവും പ്രയോഗിച്ച് ഭംഗിയായിട്ട് ഞാൻ ഈ യുദ്ധം ഒഴിവാക്കണം, നമുക്ക് ചുരുങ്ങിയത് തന്നാൽ മതി, 5 ഗ്രാമം തന്നാൽ മതി എന്ന് ഉറപ്പിച്ചവരോട് പറയാം. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനൻ കേൾക്കണമല്ലോ. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ ഭാഗം ഞാൻ നിർവഹിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ പോകുന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ദൈവേ ച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. ദൈവത്തിലും മാനുഷത്തിലും കൂടിയിട്ടാണ് ഈ ലോകം എക്കാലത്തും എവിടെയും ചെറുതിലും വലുതിലും എന്ത് കാര്യത്തിലും പ്രവർത്തിക്കുന്നത്. അപ്പം ആ ദൈവം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എത്രത്തോളം പ്രത്യക്ഷ ലോകവും പഞ്ചഭൂതങ്ങളുമുണ്ടോ അതേപോലെ അപ്രത്യക്ഷമായി പഞ്ചഭൂത വിലക്ഷണമായി പ്രവർത്തിക്കുന്ന ദൈവം എന്നൊരു സങ്കല്പം, ദൈവം എന്നൊരു ഘടകം നമുക്ക് അനുവദിച്ചു കൊടുത്തേ തീരുള്ളൂ. ഈ ദേഹത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞൻ എന്ന് പറഞ്ഞുവല്ലോ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ, താല്പര്യമുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. നോക്കൂ, അധിയജ്ഞൻ എന്ന് പറഞ്ഞിട്ട് ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാനാണ് അധിയജ്ഞൻ എന്ന് പറയും. സാധാരണ യജ്ഞശബ്ദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താ? യജുർവേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് യജ്ഞോ വൈ വിഷ്ണുഹു എന്ന്. യജ്ഞോ വൈ വിഷ്ണുഹു. യജ്ഞശബ്ദത്തിന് അർത്ഥം തന്നെ വിഷ്ണുവാണ്. വിഷ്ണുവാണ് സർവ്വയജ്ഞങ്ങളെയും സ്വീകരിച്ച് യജ്ഞകർത്താക്കൾക്ക് വേണ്ട ഫലം നൽകി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന സങ്കല്പം. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അധിയജ്ഞം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ, മനുഷ്യൻ്റെ ഉള്ളിലാന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഭഗവത്ഗീതയിലൊക്കെ അങ്ങനെയാണല്ലോ. നമുക്ക് വിഷ്ണു ഉണ്ടെന്ന് ആരാ പറയണേ? നമ്മുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലുമുള്ള ഒരു സങ്കല്പവും ഭാവനയും പ്രത്യയവുമാണത്. അപ്പോൾ വിഷ്ണുവിൻ്റെ സൃഷ്ടികർത്താവ് ആരാ? നമ്മുടെ മനസ്സും ബുദ്ധിയും. എന്നിട്ട് നമ്മൾ പറയണു വിഷ്ണുവാണ് എല്ലാറ്റിനെയും നിലനിർത്തുന്നത് എന്ന്. ഇത് നമ്മുടെ നിർവചനമാണപ്പോൾ, മഹാവിഷ്ണു പറയുന്നില്ല. അപ്പം ഇതിനെന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായ ആചരതഃ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഇത് 4-ാം അധ്യായത്തിൽ പറഞ്ഞതും വിവരിച്ചതുമാണ്. പ്രധാനപ്പെട്ട 4-5 ശ്ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ചും പറയണ്ടായി. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ. ഗതസംഗസ്യ മുക്തസ്യ. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എത്രത്തോളം നമുക്ക് സംശുദ്ധമാക്കിയെടുക്കാൻ പറ്റും, ബുദ്ധിക്ക് എത്രത്തോളം വികാസം കൊണ്ടുവരാൻ സാധിക്കും, ഈ മനഃശുദ്ധിയും ബുദ്ധിവികാസവും വഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവ്യത്വം എത്രത്തോളമുണ്ട്, പുണ്യം എത്രത്തോളമുണ്ട്, പാവനത്വം എത്രത്തോളമുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടോളൂ, ദൈവത്തിനെ പറ്റി ചിന്തിക്കണ്ട, ബാക്കിയെല്ലാം വിടൂ. ഈ അച്ചടക്കങ്ങളുണ്ടല്ലോ, ഈ തരത്തിലുള്ള മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, ലക്ഷ്യങ്ങൾ, ആദർശങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ മതി. ഇവിടെ കൃഷ്ണൻ പറയണത് എന്താ? ഗതസംഗസ്യ മുക്തസ്യ. മനസ്സിൽ നിന്ന് സംഘം എന്ന് പറയണത് പോട്ടെ, നിങ്ങൾ സംഘം ഡ്രോപ്പ് ചെയ്തു, താഴത്തിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുക്തിയായി. നമുക്ക് എല്ലാറ്റിനോടുമുള്ള ഒരൊട്ടൽ. അച്ഛന് മകൻ ബന്ധഹേതുവല്ല, ഭർത്താവിന് ഭാര്യ ബന്ധഹേതുവല്ല, മറിച്ചും
നമ്മുടെ വീട് നമുക്ക് ബന്ധനഹേതുവല്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതിനോട് സംഘമില്ലെങ്കിൽ, ഒട്ടലില്ലാതെ നിങ്ങൾ കുട്ടികളെ പെറ്റു വളർത്തിക്കോളൂ, കല്യാണം കഴിച്ചോളൂ, വീട് കെട്ടിക്കോളൂ, ജീവിച്ചോളൂ. ഒട്ടലുണ്ടാവരുത് എന്ന് മാത്രം. ഒരു കാലത്തും ഒട്ടലുണ്ടാവരുത്. ആ ഒട്ടലാണ് നമുക്ക് സർവത്ര തകരാറുണ്ടാക്കുന്നത്, ചക്കമുളഞ്ഞു പോലെ. അപ്പം ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ. ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ജ്ഞാനാവസ്ഥിത ചേതസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, ഈ ശരിയായിട്ടുള്ള ജ്ഞാനം, തത്വജ്ഞാനമുണ്ടല്ലോ, ആ അറിവിൽ ഉറച്ചു നിൽക്കണം. ഇപ്പം സംഘമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അത് വിടാനുള്ള വഴി ഇന്നതാണ്, വിട്ട ലക്ഷണങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കി ആ അറിവിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കണം. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ മൂഢന്മാരാകരുത്, അജ്ഞന്മാരാകരുത്. ജ്ഞാനത്തോടുകൂടി, ബുദ്ധിയോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, വീണ്ടും വിചാരത്തോടുകൂടി കൂലങ്കഷമായി നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ഒക്കെ കുറിച്ച് ചിന്തിച്ച് ഒരു പ്രബുദ്ധത, ഒരു വികാസം, ഒരു തെളിച്ചം നമ്മുടെ മനസ്സിന് ബുദ്ധിക്കുണ്ടാവണം. അങ്ങനെ പ്രകാശപൂരിതനായി നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് യജ്ഞായ ആചരത കർമ്മ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ യജ്ഞമായി തീരണു. അപ്പം യജ്ഞം എന്ന് പറഞ്ഞ് പ്രത്യേകമായി നമ്മളൊരു യാഗമോ അഗ്നികുണ്ഡമോ മന്ത്രമോ പുരോഹിതനോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും സംഘമില്ലാതെ മുക്തനായി ജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്ന മനസ്സും ബുദ്ധിയുമായി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ മഴ പെയ്യുന്ന മാതിരി, കാറ്റ് വീശുന്ന മാതിരി, പുഴ ഒഴുകുന്ന മാതിരി, അഗ്നി ജ്വലിക്കുന്ന മാതിരി നമ്മുടെ പ്രവൃത്തിയും അതുപോലെ പ്രകൃതി സിദ്ധമായിത്തീരും. യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി മുഴുവനും മുഴുവനായി പ്രവിലീയതേ, ആ പ്രവൃത്തി എല്ലാം ലയിച്ചങ്ങൾ പോകണമെന്ന്, അതിലൊന്നും ബാക്കി വരുന്നില്ല. നമ്മൾക്കിപ്പോൾ പ്രവൃത്തിക്ക് എന്ത് ഫലം ഉണ്ടാവുമോ, എൻ്റെ പ്രവൃത്തി എത്രത്തോളം പാപഫലം രചിക്കും, എത്രത്തോളം പുണ്യഫലം സമ്മാനം ചെയ്യും എന്നിങ്ങനെ വിചാരിച്ച് നമുക്ക് എപ്പോൾ നോക്കിയാലും വിഷമമാണ് നമ്മുടെ മനസ്സ്. പുണ്യം കിട്ടുമോ, പാപം ഉണ്ടായിക്കളയോ, ഇതെന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വറക്കും, ഇങ്ങനെയുള്ള ആലോചനയാണ്. അതൊന്നും വേണ്ട. നിങ്ങളുടെ സംഘമാണ് ഈ പ്രവൃത്തിയെ ഒരു ഫലം നൽകുന്നതാക്കി തീർക്കുന്നത്. കർത്താവ് എന്നുള്ള അഭിമാനമാണ് കർമ്മഫലത്തിന് നമ്മളെ അടിമയാക്കി തീർക്കുന്നത്. കർത്തൃഭാവമില്ലാതെ, ഭോക്തൃഭാവമില്ലാതെ, സംഘമില്ലാതെ നിങ്ങൾ എന്തു വേണമെങ്കിലും ഈ ലോകത്തിൽ ചെയ്തോളൂ. പതുപോലെ കല്യാണം കഴിക്കൂ, കുട്ടികളുണ്ടാവട്ടെ, വീടുണ്ടാവട്ടെ, ഉദ്യോഗം ഭരിക്കൂ, ശമ്പളം മേടിക്കൂ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കൂ, ഭൂമി മേടിക്കൂ, സ്ഥലം മേടിക്കൂ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. കർത്തൃഭാവം ഉണ്ടാവരുത്, ഭോക്തൃഭാവം ഉണ്ടാവരുത്, സംഘമരുത്. അങ്ങനെ വന്നാൽ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ ഫലങ്ങളോടുകൂടി ലയിച്ചങ്ങോട്ട് പോവും, ഒരു വിധത്തിലുള്ള ബന്ധനവും ഉണ്ടാവില്ല. ഇതിനെന്താ അർത്ഥം? യജ്ഞായാചരത കർമ്മ. ഇവിടെ യജ്ഞാചരണത്തിന് വേണ്ടി നമ്മൾ വേറെ ഒരു ഘടകത്തെയും ആശ്രയിക്കുന്നില്ല. സാധാരണ യജ്ഞങ്ങൾക്കോ ആദ്യമായിട്ട് മേഖലാത്രയങ്ങളോടുകൂടിയ ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കണം. അതിൽ അഗ്നിയിട്ട് ജ്വലിപ്പിച്ച് കത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അതിൽ ഹവിസ്, നെയ്യ് ഇങ്ങനെയുള്ളതൊക്കെ മന്ത്രം പറഞ്ഞ് ഹോമിക്കണം. ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ള ഒട്ടലെടുത്ത് കളയുക, ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിച്ച് നമുക്ക് വേണ്ടത്ര ജ്ഞാനം മനസ്സിനെയും ബുദ്ധിയെയും അന്തരാത്മാവിനെയും ലോകത്തെയും പ്രകൃതിഗതികളെയും എല്ലാറ്റിനെയും കുറിച്ച് മനസ്സിലാക്കുക. അതിഭൂതം എന്താണെന്നറിയുക, അതിദൈവം എന്താണെന്നറിയുക, അധിയജ്ഞം എന്താണെന്നറിയുക, ബ്രഹ്മം എന്താണെന്നറിയുക, ആത്മാ എന്താണെന്നറിയുക. ഇങ്ങനെ ഈ അറിവിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പക്ഷം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ കാലത്ത് മുതൽക്ക് എണീറ്റ് വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള പ്രവൃത്തികളെല്ലാം ആ പ്രവർത്തന അന്തരീക്ഷത്തിൽ തന്നെ ലയിച്ചില്ലാതെയാവും. ആ അധിയജ്ഞ ശബ്ദത്തിനുള്ള അർത്ഥം നോക്കൂ. അതിദൈവം എന്ന് പറയുമ്പോഴോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദശരഥന് 3 പത്നിമാരായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടായതിന് ശേഷം ആരും പിന്നെ പറ്റില്ല. അവസാനം ഒരു അശ്വമേധയാഗം നടത്തി 4 കുട്ടികളുണ്ടായി. അത് അതിദൈവമാണ് അവിടെ കാര്യം. അന്നേ വരെ ഇല്ലാത്ത കുട്ടികൾ എങ്ങനെയാണെന്ന് പെട്ടെന്നുണ്ടായത്?
അതിദൈവമാണ് അവിടെ കാര്യം. ഇങ്ങനെ യജ്ഞം ആചരിച്ച് കഴിക്കുന്നവനോ അതിദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. അതാണ് ഈ ജ്ഞാനികൾക്കോ മഹർഷിമാർക്കോ തപസ്വികൾക്കോ ഒക്കെ. അവർ മിക്കവാറും ഏകാഗികളായോ മറ്റു പ്രകാരത്തിലോ ജീവിക്കുന്നവരാണ്. ഇപ്പം ഞങ്ങളുടെ ആശ്രമം ഉണ്ടല്ലോ, നാരായണാശ്രമ തപോവനം. ഞാനിവിടെ ഒരു 53 കൊല്ലം മുൻപിലാണ് ഈ പാണ്ഡവഗിരിയുടെ ചെരുവിൽ വന്ന് കൂടിയത്. ഒരു ചെറിയ കുടീരം കെട്ടി ഇവിടെ താമസം തുടങ്ങി. കയ്യിലൊന്നും ഇല്ലാതെയല്ല, 25 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ തന്നെ പൂർവാശ്രമത്തിൽ മേടിച്ച ഭൂമി 17-18 ഏക്കർ അപ്പുറത്തുണ്ട്. ആ സമയത്താണ് എല്ലാം വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നിട്ടോ ഇവിടെ കൂടിയിട്ട് അന്നുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു കുടീരമുണ്ടാക്കി. ആ കുടീരത്തിൽ ഒറ്റ വാതിലോ ഒരു ജനലോ ഇല്ല. വാതിലും ഇല്ല, ജനലും ഇല്ല. കുട്ടിത്തണ്ട മാത്രമേ ഉള്ളൂ, പാരപ്പറ്റ. തെങ്ങിൻ്റെ ഓല കൊണ്ട് മെടഞ്ഞൊരു തട്ടിയൊക്കെ ഉണ്ടാക്കി അവസാനം അതാണ് തട്ടിമറിച്ച് അവിടെ അങ്ങോട്ട് കൂടിയത്. അങ്ങനെ കൂടിയതാണ് നിങ്ങളുടെ ഈ ഭൂമാനന്ദ സ്വാമി. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ ആ കൂട്ടത്തിൽ. അങ്ങനെ കൂടി ഓരോന്നോരോന്നായി എന്തെങ്കിലും പ്രവർത്തിക്കും, ചിലപ്പോൾ വിളിച്ചാൽ പോവും, അങ്ങനെ അങ്ങനെയൊക്കെ ആയി. ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിലൊന്ന് വന്ന് നോക്കൂ. നമ്മുടെ മാതാജിക്ക് എപ്പോഴും പേടിയാണ്, വാതിലൊക്കെ അടച്ചു പൂട്ടിയോ എന്നൊരു പേടി. അന്ന് വാതിലേ ഇല്ലേ അടയ്ക്കാൻ. ഇന്നിപ്പോൾ വാതിലുകളുടെ എണ്ണം കൂടിയിട്ട് അടച്ചോ എന്നുള്ള വിഷമമാണ്. ഏതാ നല്ലതെന്ന് നിങ്ങൾ തന്നെ പറയും. ഈ സംഗതികളൊക്കെ എങ്ങനെ ഉണ്ടാവണു? നമ്മളിവിടെ ആശ്രമത്തിൽ സംസാരിച്ചാൽ ലോകം മുഴുവനും കേൾക്കാനുള്ള സംവിധാനമുണ്ട്. വെബ്കാസ്റ്റ് ചെയ്യാം. ആ വെബ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ BSNL വഴി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പ്രോഗ്രാം മുഴുവൻ ആർക്ക് വേണമെങ്കിലും അവർക്ക് അത് കാണാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ വലിയ ചെലവും വലിയ സന്നാഹങ്ങളും ഒക്കെ വേണമല്ലോ. ആ വേണം എന്ന് പറയണു. ഇതൊക്കെ എങ്ങനെ നടക്കണു എന്ന് ചോദിച്ചാൽ ഒക്കെ അതിദൈവമാണ്, അധിയജ്ഞാണ്. ഇപ്പോൾ ദശരഥൻ വലിയ ഒരു അശ്വമേധയാഗം നടത്തി. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അങ്ങനെ അശ്വമേധയാഗം വേണ്ട. എല്ലാം തന്നെ യജ്ഞായാചരത കർമ്മ. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ യജ്ഞമാണ്. സംസാരിക്കുന്നത്, എഴുതുന്നത്, പറയുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ശ്വാസമെടുക്കുന്നത്, ഉറങ്ങുന്നത്, സ്വപ്നം കാണുന്നത്, ഉണരുന്നത്, പോകുന്നത്, വരുന്നത് എല്ലാം യജ്ഞായാചരത കർമ്മ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? വലിയ വട്ടമൊക്കെ കൂട്ടി അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്കൊരു യജ്ഞം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നാം തന്നെയാണ് ഈ ചെയ്യുന്നത്. എന്ത്? 1 മണിക്കൂർ നേരം നമ്മുടെ പ്രവൃത്തിയാണ് യജ്ഞം എന്ന് പറയണേ. 1 മണിക്കൂർ നേരം നമുക്കൊരു യജ്ഞം ചെയ്യാമെങ്കിൽ നാം 24 മണിക്കൂറും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒട്ടാകെ യജ്ഞമാക്കി തീർക്കാൻ ഉള്ള ഒരു ഫോമുല, ഒരു സൂത്രം വേണം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായ ആചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഈ ലോകത്തിലുള്ളത് മുഴുവൻ ദിവ്യമാണ്. ഇതിലൊന്നും അദിവ്യമായിട്ടില്ല. പ്രത്യേകമായ ഒരു സാധന ചെയ്തിട്ട് വേണ്ട ഈ ലോകത്തിൽ ദിവ്യത്വം കിട്ടാനോ നന്മ നമുക്ക് അനുഭവിക്കാനോ. എല്ലാം തന്നെ ഇവിടെ ദിവ്യമാണ്. അധിയജ്ഞം, അധിദൈവം, അധിഭൂതം, ബ്രഹ്മം, ആത്മാ, ഈ പദങ്ങളിലും ഈ സങ്കല്പത്തിലും പെടാത്തതൊന്നുമില്ല. അപ്പം സർവ്വതും ദിവ്യമാണ്. എങ്ങനെയാ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധാ എന്ന് പറഞ്ഞുല്ലോ. പഞ്ചഭൂതങ്ങൾ 5 പുറത്ത്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഉള്ളിൽ. ഇത് 8ഉം കൂടിയതാണ് എൻ്റെ പ്രകൃതി. ഞാനാണ് ഇങ്ങനെ 8ആയി തീർന്നിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു ലോകത്തിൽ ഞാനും ഈശ്വരനും അല്ലാത്തത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം എല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾക്ക് കിടക്കുക.